ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോപ്പറേറ്റീവ് കേരളയ്ക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കമ്മിറ്റി ആൻഡ് കമ്മീഷൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരാളെ കുറിച്ചാണ് പറയാൻ വന്നേ. നമുക്കറിയാം കമ്മിറ്റി ആൻഡ് കമ്മീഷൻസ് 40-ലധികം കമ്മിറ്റി ആൻഡ് കമ്മീഷൻസ് നമുക്ക് കോർപ്പറേഷനിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇന്നിവിടെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരാളെ കുറിച്ചാണ്. മറ്റാരുമല്ല, മാധവദാസ് കമ്മിറ്റിയാണ്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരാൾ തന്നെയാണ് മാധവദാസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം മാധവദാസ് കമ്മിറ്റി ഏതിലൊക്കെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, മാധവദാസ് കമ്മിറ്റി 2 കമ്മിറ്റിയിലാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കമ്മിറ്റി ഓൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്കും 2 കമ്മിറ്റി ഓൺ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കും. പക്ഷെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ആദ്യം വന്നത് കമ്മിറ്റി ഓൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണെന്ന്. അല്ല, കമ്മിറ്റി ഓൺ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. അപ്പോയിന്റ് ചെയ്യപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1973-ലാണ്. എന്നാൽ അതേ സമയത്ത് കമ്മിറ്റി ഓൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് വന്ന വർഷം 1977-ലാണ്. എന്നാണ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ 1978-ലാണ്. അപ്പൊ 1977, 1978 ആണ് കമ്മിറ്റി ഓൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. കമ്മിറ്റി ഓൺ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് വന്നിട്ട് അപ്പോയിന്റ് ചെയ്ത വർഷം 1973-ആണ്. റിപ്പോർട്ടിന് പല അഭിപ്രായങ്ങളുണ്ട്. ചില പുസ്തകങ്ങളിൽ 74 എന്നും ചില ബുക്കുകളിൽ 75 എന്നും ചിലതിൽ 73 തന്നെയാണ് റിപ്പോർട്ട് സബ്മിറ്റ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ക്ലാരിറ്റി കുറവുകൊണ്ട് ഞാൻ പറയുന്നത് 1973-ലാണ് അപ്പോയിന്റ് ഓർത്തിരിക്കുക. ഇനി മാധവദാസ് കമ്മിറ്റി 2ഉം അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് RBI പറഞ്ഞിട്ടാണ്. ക്ലിയർ ആണല്ലോ.